السلام عليكم ورحمة الله. الحمد لله الواحد القهار العزيز الغفار، والصلاة والسلام على من أرسله الله كافة للناس بالتبشير والإنذار، وعلى آله الأتقياء الأبرار، وعلى أصحابه الأصفياء الأخيار، ما دامت السماوات والأرض ما تعقبت الظلمات والأنوار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. ഏറെ ആദരണീയരായ വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തി വിശ്വാസികളായി ജീവിച്ച് ഈമാനോടെ മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും ഓർപ്പിക്കുകയാണ്. കരുണാവാരിധിയായ നാഥൻ അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ അനുസരിച്ച് മുത്തഖ്യങ്ങളായി ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ ഈ ദിനത്തിൽ ഈദുൽ ഫിത്റിൽ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കിയതിനു ശേഷം നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ വാക്യങ്ങളെ ഉച്ചത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ വിശ്വാസികളായ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥനാ നിർഭരമായ ഒരു മനസ്സാണ്. ഒരു മാസക്കാലം നാം അനുഷ്ഠിച്ച കർമ്മങ്ങൾ, റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി നാം ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സദക്ക, നമ്മുടെ തറാവീഹ് നമസ്കാരം, നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങൾ, നമ്മുടെ ദിക്ർ, നമ്മുടെ ദുആ, നമ്മുടെ ഖുർആൻ പാരായണം, അങ്ങനെ നാം ചെയ്ത മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളായി മാറാൻ നാം ചെയ്യേണ്ടത്, അള്ളാഹുവെ നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഞാൻ അത് അനുഷ്ഠിച്ചത്, നീ അത് സ്വീകരിക്കണമേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന. ആരുടെയെങ്കിലും മനസ്സിൽ നാം ചെയ്തതിന് ശേഷം ഇനി അങ്ങനെ പ്രാർത്ഥിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമുണ്ടെങ്കിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നാം ജസ്റ്റ് ഒന്ന് ഓർക്കുക. അദ്ദേഹം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മകനോടൊന്നിച്ച് കഅബ നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം പ്രാർത്ഥിക്കുന്നത് റബ്ബന തഖബ്ബൽ മിന്ന, അള്ളാഹുവെ സ്വീകരിക്കണമേ തമ്പുരാനെ. സ്വഹാബത്ത് നോമ്പ് കാലം കഴിഞ്ഞാൽ 6 മാസക്കാലം പ്രാർത്ഥിക്കുമായിരുന്നു, അള്ളാഹുവെ ചെയ്ത അമലുകൾ സ്വീകരിക്കണമേ നാഥ. അത് കഴിഞ്ഞാൽ അടുത്ത 6 മാസക്കാലം അവർ പ്രാർത്ഥിക്കുമായിരുന്നത് അടുത്ത റമദാൻ അനുഭവിക്കുവാനുള്ള തൗഫീഖ് നൽകണമേ എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നാം ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നതാകുന്നതിനുള്ള കണ്ടീഷൻസ്, അതിൻ്റെ ഇഖ്ലാസ്, അതിൻ്റെ നിയ്യത്ത് പൂർണ്ണമായി നമ്മൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള ബോധ്യം. അലി റളിയല്ലാഹു അൻഹുവിന്റെ വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്, കൂനു ലിഖുബൂലിൽ അമലി അശദ്ദു ഇഖ്തിമാമൻ ബിൽ അമൽ. നിങ്ങൾ ഒരു കർമ്മം ചെയ്യുന്നതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടത് ചെയ്യുന്ന കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നതാണോ എന്നുള്ള കാര്യത്തിലാണ്. നമുക്ക് ആളുകൾ കാണുന്നതിന് വേണ്ടി നമസ്കരിക്കാം, ആളുകൾ ധർമ്മിഷ്ഠനാണെന്ന് പറയുന്നതിന് വേണ്ടി സദക്ക നൽകാം, ആളുകൾ നല്ല ഭക്തനാണെന്ന് പറയുന്നതിന് വേണ്ടി വേഷഭൂഷാദികൾ സ്വീകരിക്കാം. പക്ഷെ അതിന് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുകയില്ല. എന്നാൽ ഞാൻ ചെയ്തത് പൂർണ്ണമായി റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്, തൃപ്തിക്ക് വേണ്ടിയാണ്, അവന്റെ സ്വർഗം മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം എന്നുള്ള ആ ഒരു ആത്മാർത്ഥ വിചാരമുണ്ടല്ലോ, അതാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അതില്ലാത്ത കർമ്മങ്ങൾ നാളെ പരലോകത്ത് കാറ്റത്ത് കൂട്ടിയിട്ട ധൂളി പോലെ നഷ്ടകരമായി മാറും. അള്ളാഹു അത്തരക്കാരിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചെയ്ത കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ചിന്ത നമ്മൾ ഉണ്ടായിരിക്കണം. അതോടൊപ്പം മറ്റൊരു കാര്യം സൂചിപ്പിക്കട്ടെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട്
റമദാനിന്റെ അതേ ആവേശത്തിൽ അല്ലെങ്കിലും അതിന്റെ ഒരു ആവേശം നഷ്ടപ്പെട്ടു പോവാത്ത രീതിയിലുള്ള ഒരു തുടർച്ചയുണ്ടായിരിക്കണം. നമ്മൾ ഓർക്കേണ്ടത്, റമദാനെ വിട പറഞ്ഞിട്ടുള്ളൂ, റമദാനിന്റെ ആത്മാവ് നമ്മളോട് വിട പറയാൻ പാടില്ല. റമദാനിലൂടെ നാം നേടിയെടുത്ത ചൈതന്യം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അഥവാ റമദാനിന് ഒരു ചെറിയ അർത്ഥത്തിലെങ്കിലും ഒരു തുടർച്ചയുണ്ടായിരിക്കണം. നേടിയെടുത്ത ചൈതന്യത്തെ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണം. അതിനെന്താ ചെയ്യാൻ പറ്റുക? ഇതുവരെ നമ്മൾ രാത്രി 11 റക്അത്ത് കൃത്യമായി ഇമാമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് തറാവീഹ് നമസ്കരിച്ചു. ഇനി 11 റക്അത്ത് ആ രീതിയിൽ സാധിക്കുന്നില്ല എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 റക്അത്തെങ്കിലും വിത്ർ നമസ്കരിക്കുക. കഴിയുന്നത്ര തഹജ്ജുദായിക്കൊണ്ട് ഖിയാമുൽ ലൈലായിക്കൊണ്ട് അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അലാറം പൂർണ്ണമായും ഓഫാക്കി ഇനി രാത്രിയുമായി ഒരു ബന്ധവുമില്ല എന്നൊരവസ്ഥയിലേക്ക് മാറാൻ പാടില്ല. അലാറത്തെ നിലനിർത്തുക. ഒരു അരമണിക്കൂറിനെങ്കിലും അല്ലെങ്കിൽ ഒരു 20 മിനിറ്റിലെങ്കിലും മുസല്ല പൂർണ്ണമായി മടക്കി വെച്ച് ഇനി അവിടുത്തെ റമദാനിന് എടുക്കാം എന്ന രീതിയിലേക്ക് അട്ടത്തേക്ക് കയറ്റി വെക്കരുത്. നാം ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. ആ ഖുർആൻ അടച്ചു വെച്ചുകൊണ്ട് പൂട്ടിക്കെട്ടി ഉള്ളിലേക്ക് വെക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. റമദാനിന്റെ അതേ ആവേശത്തിലല്ല എങ്കിലും കഴിയുന്നത്ര ഇനിയും അല്പമെങ്കിലും എല്ലാ ദിവസവും ഖുർആൻ ഓതുക. ഇനിയും കഴിയുന്നത്ര സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുക. ഇനിയും രാത്രി ഒരു 3 റക്അത്തെങ്കിലും സുബഹിക്ക് മുൻപായിട്ട് ഇശാഇന് ശേഷമായി നമസ്കരിക്കുക. അങ്ങനെ കർമ്മങ്ങൾക്ക് ഒരു തുടർച്ചയുണ്ടായിരിക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബീസൽ ഖൗമുലായ അരിഫൂനല്ലാഹ ഇല്ലാ ഫീ ശഹ്രി റമദാൻ. ബീസൽ ഖൗം, ഒരു സൊസൈറ്റി, ഒരു ടീം എത്ര മോശമാണ്. അവർ റമദാനിൽ മാത്രമേ അള്ളാഹുവിനെ ഓർക്കുന്നുള്ളൂ. റമദാനിൽ മാത്രം അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ടീം, ഒരു വിഭാഗം എത്ര മോശമാണ് എന്നതാണ് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിങ്ങൾ അള്ളാഹുവിനോട് ആരാധിച്ചു കൊണ്ടിരിക്കുക. ഏതുവരെ? റമദാൻ കഴിയുന്നത് വരെ എന്നല്ല, ഹജ്ജ് ചെയ്യുന്നത് വരെ എന്നല്ല, മറിച്ച് നിങ്ങൾ മരണം അനുഭവിക്കുന്നത് വരെ. അപ്പൊ റമദാൻ അവസാനിക്കുക എന്നുള്ളത് കർമ്മങ്ങളുടെ നൃത്തമല്ല, മറിച്ച് അതിനൊരു തുടർച്ചയുണ്ടായിരിക്കണം. അതോടൊപ്പം ഞാൻ സൂചിപ്പിച്ചു, നേടിയെടുത്ത കർമ്മങ്ങളുടെ ചൈതന്യം, ഇത്രയും കാലം നാം ഉണ്ടാക്കിയെടുത്ത ആ ഒരു തസ്കിയത്തുണ്ടല്ലോ, ഈമാനുണ്ടല്ലോ, വിശ്വാസപരമായ ആവേശമുണ്ടല്ലോ, അത് കളഞ്ഞു കുളിക്കുന്ന രീതിയിലാവാൻ പാടില്ല നമ്മുടെ പെരുന്നാൾ ആഘോഷം. അതിശക്തമായ ഒരു കയർ പിരിച്ചെടുത്തതിന് ശേഷം അതിന്റെ പിരിയുടച്ച് കളയുന്ന ഭ്രാന്തി പെണ്ണിനെ പോലെ നിങ്ങൾ ആവരുത്. നാരായണത്ത് ഭ്രാന്തന്റെ കഥ നമുക്കറിയാം. മലമുകളിലേക്ക് കല്ലുരുട്ടിക്കയറ്റിയിട്ട് പ്രയാസപ്പെട്ട് കല്ല് മുകളിലെത്തുമ്പോ അത് താഴെ കുരുട്ടി വിട്ട് കൈകൊട്ടിച്ചിരിക്കുന്ന ഭ്രാന്തനെ പോലെ ഇത്രയും കാലം, ഒരു മാസക്കാലം കൊണ്ട് നാം നേടിയെടുത്ത ചൈതന്യം ഒരു പെരുന്നാൾ ആഘോഷം കൊണ്ട്, വഴിതെറ്റിയ ആഘോഷം കൊണ്ട് നശിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ ദിവസവും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനം, നാം നേടിയെടുത്ത ചൈതന്യം കാത്തു സൂക്ഷിക്കുന്ന, അള്ളാഹുവാണ് വലുത് എന്ന പ്രഖ്യാപനമുണ്ടല്ലോ. അള്ളാഹു അക്ബർ എന്നുള്ളതിന്റെ അർത്ഥം കേവലമായ ഒരു താരാട്ടുപാട്ടിന്റെ വാക്യമല്ല. അള്ളാഹു അക്ബർ അതൊരു മുദ്രാവാക്യവുമല്ല, മറിച്ച് അതൊരു പ്രഖ്യാപനമാണ്. ഒരുപാട് വലിയവരുടെ കൂട്ടത്തിൽ ഒരു വലിയവൻ അല്ല അള്ളാഹു, മറിച്ച് എല്ലാറ്റിനേക്കാളും മുകളിൽ എനിക്ക് അള്ളാഹുവാണ് എന്ന പ്രഖ്യാപനമാണ് അള്ളാഹു അക്ബർ എന്നുള്ളത്. അത് നിലനിർത്തുവാൻ, ജീവിതത്തിലൂടെ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്ന സ്വലാത്തി വനുസ്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ആരാധനാ കർമ്മങ്ങൾ മുഴുവനും, എൻ്റെ ജീവിതം ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് റബ്ബിനാണ്. ആ ഒരു ബോധ്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ, പ്രയാസങ്ങളിൽ നാം നടുക്കടലിൽ പെട്ടു പോകുമ്പോഴും, കൂരിരുട്ടിൽ പെട്ടു പോകുമ്പോഴും, ആ കൂരിരുട്ടിനപ്പുറത്ത്, കൂരിരുട്ടിൽപ്പെട്ട തുരങ്കത്തിനപ്പുറത്ത് ഒരു വെളിച്ചമുണ്ട് എന്ന ബോധ്യം, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന വിചാരം മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹോദരങ്ങളോട് പ്രഖ്യാപിച്ചല്ലോ. ഇന്നമഅ റബ്ബി സയഹ്ദീൻ. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിക്കും. ഒരു പക്ഷേ കുടുംബത്തിൽ രോഗങ്ങൾ കൊണ്ട്, സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട്, നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട്, ജോലിയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ കൊണ്ട് പല നിലക്കും പ്രയാസങ്ങൾ വരാം. പക്ഷെ ഏത് പ്രയാസങ്ങൾ വന്നാലും ലാ തഹ്സൻ,
നീ ദുഃഖിക്കേണ്ടതില്ല. ഇന്നല്ലാഹ മഅനാ. സൗർ ഗുഹയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ ഒറ്റപ്പെട്ടപ്പോൾ അവരൊന്ന് നോക്കിയാൽ നമ്മൾ കുടുങ്ങിപ്പോവില്ലേ എന്ന ചോദ്യത്തിന് റസൂൽ നൽകിയ മറുപടി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു ബോധം നമുക്ക് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ ഒന്നിനെയും പേടിക്കേണ്ട, ആരെയും ഭയപ്പെടേണ്ട, ആരെയും ആശ്രയിക്കേണ്ട. നമുക്ക് ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ നിലനിൽക്കുവാൻ സാധിക്കും. അതാണ് അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനത്തിന്റെ അർത്ഥം. ഇനി ഇന്നത്തെ പെരുന്നാൾ ദിവസം ഇത് ഈദ്ഗാഹ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ഫുഡും കഴിച്ച് ഓരോരുത്തരും അവനവന്റെ വഴിക്ക് തിരിയുവാനുള്ള പെരുന്നാളല്ല, മറിച്ച് മക്കളോടൊപ്പം, ഭാര്യയോടൊപ്പം, കുടുംബത്തോടൊപ്പം സന്തോഷത്തോടു കൂടി കഴിച്ചു കൂട്ടേണ്ട ദിനമാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ കുട്ടികൾ വന്ന് പാട്ട് പാടുമായിരുന്നു. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, ഒരു കൾച്ചറൽ പ്രോഗ്രാം, കുട്ടികളുടെ പാട്ട്, കൊച്ചു കൊച്ചു കലാപരിപാടികൾ. അങ്ങനെയൊക്കെ സാധിക്കുമെങ്കിൽ നമുക്ക് ഒരു കൂട്ടായ്മകൾ ഉണ്ടാക്കാം. പെരുന്നാൾ എല്ലാവരും ഒന്നിച്ചാണ് ആഘോഷിക്കേണ്ടത്. കുട്ടികൾക്ക് അവരുടെ വൈബ്, ഉപ്പമാർക്ക് അവരുടെ മറ്റൊരു വൈബ്, ഉമ്മമാർക്ക് അവരുടെ ഒരു തള്ള വൈബ്, അങ്ങനെ വേറെ വേറെ വൈബാക്കി ഡിവൈഡ് ചെയ്തിട്ട് ഓരോരുത്തരും അവനവന്റെ വൈക്ക് പോവുകയല്ല. കുടുംബത്തിൽ മക്കളോടൊപ്പം, കൂട്ടുകാരോടൊപ്പം, സുഹൃത്തുക്കളോടൊപ്പം ഒന്നിച്ച് കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യം പെരുന്നാൾ ഉണ്ടാവണം. എത്യോപ്യയിൽ നിന്ന് വന്ന അഭ്യാസികൾ മദീന പള്ളിയിൽ വെച്ച് അഭ്യാസ പ്രകടനം നടത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും ഒന്നിച്ചാണ് അത് കണ്ട് ആസ്വദിച്ചത്. അങ്ങനെ ഒരു കുടുംബം മക്കളോടൊപ്പം ആസ്വദിക്കുന്ന ഒരു പെരുന്നാളാക്കി നമ്മുടെ ഈ പെരുന്നാളിനെ നമ്മൾ മാറ്റണം. ഓരോരുത്തരെയും അവനവന്റെ വഴിക്ക് വിട്ടിട്ട് വഴിതെറ്റിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കുടുംബത്തിൽ ഓരോ സ്ഥലത്തും കയറി ഇറങ്ങുക, ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുക, അറ്റുപോയതിനെ തുന്നിച്ചേർക്കുക. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ കത്രിയയുടെ ജോലി അല്ല ചെയ്യുന്നത്, സൂചിയും നൂലും ചെയ്യുന്ന തുന്നിച്ചേർക്കുന്ന ജോലിയാണ്. ഓളുമായിട്ട് ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് തെറ്റില്ല, ഓരുമായിട്ട് ഞങ്ങൾ പണ്ടേ പണിങ്ങിയതാ. പെരുന്നാൾക്ക് ഞങ്ങൾ അവിടേക്ക് പോലില്ല, അവിടേക്ക് നിങ്ങൾ പോണ്ടട്ട മക്കളെ, ബാക്കിയുള്ളടത്തൊക്കെ പോയിക്കോളി എന്ന് പറയുന്ന നിർദ്ദേശമാവാൻ പാടില്ല പെരുന്നാളിന് നൽകേണ്ടത്. മറിച്ച് ഏതൊക്കെ രീതിയിൽ അവർ പിന്തിരിഞ്ഞു പോയാലും ചേർത്ത് നിർത്തുന്ന ഒരു തസ്കിയത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത്. റസൂൽ പഠിപ്പിച്ചു, ലൈസ മിന്നാ ഖാതിഉ റഹ്മിൻ, ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. നമ്മൾ നമസ്കരിച്ചിട്ടോ, നോമനുഷ്ഠിച്ചിട്ടോ, സക്കാത്ത് കൊടുത്തിട്ടോ, സദക്ക ചെയ്തിട്ടോ, ഖുർആൻ ഓതിയിട്ടോ, രാത്രി ഉണർന്നിരുന്ന് അള്ളാഹുവോട് മനമൊരുക്കി, നെഞ്ചുരുക്കി, കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ടോ ഒന്നും കാര്യമല്ല. നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് എത്തണോ, മനസ്സ് ക്ലീൻ ആവണം, വിട്ടുകൊടുക്കാൻ തയ്യാറാവണം, അഫുവിന് റെഡി ആവണം, ഫോർഗീവ്നെസ്സിന് തയ്യാറാവണം. അപ്പോഴേ രക്ഷപ്പെടുള്ളൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, കാനത്ത് ബൈനഹു വ ബൈന അഖീഹി ശഅനാ, അള്ളാഹുലേക്ക് കർമ്മങ്ങൾ ഉയർത്തുകയില്ല. ആരുടേതാണെന്നറിയോ? മനസ്സിൽ സുഹൃത്തുമായി, ബന്ധുവുമായി ഷഹനാ, പക, ഓനോടൊരു കൊയിന്ത്, ഇവളോടൊരു കുറുമ്പ്, മറ്റോളോടൊരു വെറുപ്പ്, ഓനോട് മിണ്ടലില്ല, അതും കൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ കർമ്മങ്ങൾ അള്ളാഹിന്റെ അടുക്കലേക്ക് അങ്ങോട്ട് എത്തുകയില്ല. അതുകൊണ്ട് മനസ്സ് ക്ലീൻ ആക്കുക. അള്ളാഹിന്റെ റസൂൽ നമുക്കൊക്കെ എല്ലാവർക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട്. അള്ളാഹിന്റെ റസൂൽ സഹാബാക്കളോട് ചോദിക്കുകയാണ്, നബിയെ, സഹാബാക്കളെ, ഞാൻ നിങ്ങൾക്ക് സിയാമിനേക്കാൾ, സ്വലാത്തിനേക്കാൾ, സദക്കയേക്കാൾ, നോമ്പിനേക്കാൾ, നമസ്കാരത്തെക്കാൾ, ദാനധർമ്മത്തെക്കാൾ പുണ്യകരമായ ഒരു കാര്യം പഠിപ്പിച്ചു തരട്ടെ. സഹാബാക്കളെ ബലാൻ അതേ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, സിലാഹുൻ ദാത്ത ബൈൻ, തെറ്റി നിൽക്കുന്ന ആളുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കലാണ്. നമ്മുടെ മഹല്ലിന് അതിൽ ഉത്തരവാദിത്തമുണ്ട്, നമ്മുടെ കുടുംബ നായകന്മാർക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തം. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ തെറ്റി നിൽക്കുന്ന 2 ടീം ഉണ്ടെങ്കിലും 2 കൂട്ടരോട് ചെന്ന് വർത്താനം പറഞ്ഞത് ക്ലിയർ ആക്കേണ്ട ഉത്തരവാദിത്തം നമസ്കാരത്തെക്കാൾ, സക്കാത്തിനേക്കാൾ, സൗമിനേക്കാൾ പുണ്യമുള്ള ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അത് നമ്മൾ ബാധ്യതയായി ഏറ്റെടുക്കുക. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അതിൽ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. സ്ത്രീകൾ ഒരു പക്ഷെ ചില കുടുംബത്തിലൊക്കെ ഓരോർക്ക് പോണ്ട ബാക്കിയൊക്കെ എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റിലേക്ക് ആളുകളെ എത്തിക്കുന്നതിൽ വലിയ പങ്ക് ഉമ്മമാർക്കുണ്ട്. അതാണ് അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്, വൽ മർഅതു റാഅയത്തുൻ ഫീ ബൈതി സൗജിഹാ, വീട് തുറന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്തം, വീട്ടിലേക്ക് ആളെ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തം, ആ വീടിന്റെ ഭരണ ചുമതല ആർക്കാ? ആ വീട്ടിലെ കുടുംബനാഥയ്ക്കാണ്. അവര് വിലങ്ങ് നിന്നാൽ ആ കുടുംബം വിലങ്ങാകും. അതുകൊണ്ട് അവർ നേരെയാവുക. സഹോദരിമാർ നല്ലവണ്ണം ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബം നമ്മുടെ നാടിന്റെ വെളിച്ചമായി മാറാൻ, വിളക്കായി മാറാൻ സഹോദരിമാർക്കാണ് കൂടുതൽ ചെയ്യാൻ പറ്റുക. ഒരിക്കലും നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് നമ്മൾ
വിഷം കുത്തിവെച്ച് കുടുംബത്തിനിടയിൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതോടൊപ്പം ഇസ്ലാം സ്നേഹത്തെയും സാഹോദര്യത്തെയും സൗഹൃദത്തെയും സമത്വത്തെയും അംഗീകാരത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ്. നമ്മൾ ഇപ്പൊ കേൾക്കുന്ന വാർത്തകൾ ഇപ്പൊ നമുക്കറിയാലോ, ബിലാൽ റളിയല്ലാഹു അൻഹുവും സിദ്ദീഖുൽ അക്ബറും സൽമാനുൽ ഫാരിസിയും ഒന്നിച്ച് തോളോട് തോൾ ചേർന്ന് നമസ്കരിച്ച ഒരു കൾച്ചറാണ് ഇസ്ലാം ഉണ്ടാക്കിയെടുത്തത്. അവിടെ അറബിയെന്നോ അനറബിയെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ അടിമയെന്നോ ഉടമയെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ സമത്വത്തിന്റെ സന്ദേശമാണ് ഇസ്ലാം ലോകത്തിന് മുൻപിൽ പ്രഘോഷണം ചെയ്തത്. ഇന്നും നമ്മൾ മലയാളക്കരയിൽ നിന്ന് പോലും കേൾക്കുന്നു, ഉന്നതയായ ഒരു ഉദ്യോഗസ്ഥ കഴിഞ്ഞ ആഴ്ച അവർ പറഞ്ഞു, നിറത്തിന്റെ പേരിൽ കറുപ്പായി പോയി എന്നുള്ളതിന്റെ പേരിൽ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥ. ഒരു കലാകാരന്റെ ചരിത്രം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് പല അവസരങ്ങളും നഷ്ടപ്പെട്ടത് നിറം കറുപ്പായി പോയി എന്നതിന്റെ പേരിലാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് ലാ ഫദ്ല ലി അറബിയിൻ അലാ അജമിയിൻ, അറബിക്ക് അനറബിയേക്കാൾ യാതൊരു ക്വാളിറ്റിയുമില്ല, വെളുത്തവന് കറുത്തവനേക്കാൾ യാതൊരു മേന്മയുമില്ല, എല്ലാവരും അള്ളാഹുവിന്റെ അടുക്കൽ സമന്മാരാണ്. ഇതാണ് ഇസ്ലാമിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സന്ദർഭത്തിൽ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മുടെ നാടിന്റെ കൾച്ചർ, നമ്മുടെ നാടിന്റെ സംസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക്, നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ യുവാക്കൾ വഴിതെറ്റി പോകുന്നതിനെതിരെ നമ്മൾ ജാഗ്രത പാലിക്കണം. നമ്മുടെ മക്കളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി ലിബറലിസത്തിന്റെ പേരിൽ പല തോന്നിവാസത്തെയും ഒളിച്ചു കടത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ മക്കൾ ലഹരിയുടെ ചതിക്കുഴിയിലേക്ക് ചെന്ന് വീഴുന്ന ദുരവസ്ഥ നാട്ടിൽ ശക്തമായിട്ടുണ്ട്. മക്കള് ഒന്നിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം ഇതുപോലുള്ള ഈദ്ഗാഹുകൾ മാത്രമാണ്. മറ്റുള്ള സന്ദർഭത്തിലൊക്കെ ഓരോരുത്തരും തിരക്കിലാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കണമെന്ന് KNM സംസ്ഥാന സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾ കേൾക്കുന്ന ഓരോ വാർത്തകളും, ഇന്നലെ കേട്ട വാർത്തയുടെ ഞെട്ടൽ മാറുന്നതിന് മുൻപ് അതിനേക്കാൾ ഭയങ്കരമായി ഞെട്ടുന്ന മറ്റൊരു വാർത്ത നമ്മൾ കേൾക്കുന്നു. ഞെട്ടാനുള്ള ശേഷി പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ. അവിടെ ഒരാളെ കൊന്നോലോ എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ഇപ്പുറത്ത് അവിടെ ഒരാളല്ലേ ഇവിടെ 5 ആളെ കൊന്നിന് എന്ന് പറഞ്ഞ് തിരിച്ചു പറയുന്ന, എല്ലാ തിന്മകളെയും ഒരു തരം മിനിമലിസത്തിലേക്ക് കൊണ്ടുപോകുന്ന, അതൊക്കെ നിസാരവൽക്കരിക്കുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ നമ്മൾ ഗൗരവകരമായി നോക്കിക്കാണണം. 9ാം ക്ലാസ് പഠിക്കുന്ന മോള് പറയാണ്, 7ാം ക്ലാസ് മുതൽ ഞാൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അമ്മയും മോളും ഒന്നിച്ച് കരിയറുകളായി മാറുന്നു, ലഹരിയുടെ കരിയറുകളായി മാറുന്നു. പിതാവ് സ്വന്തം മകന്റെ ദേഹത്ത് സെല്ലോ ടാപ്പ് വെച്ച് കെട്ടിയിട്ടാണ് ലഹരി വസ്തുക്കൾ കടത്തുന്നത്. ഇങ്ങനെയുള്ള വാർത്തകൾ, ബ്രദർ സഹോദരൻ സഹോദരിക്ക് ലഹരി വസ്തുക്കൾ കലക്കി കൊടുക്കുന്ന സങ്കടകരമായ വാർത്തകൾ. തറാവീഹ് നമസ്കാരത്തിന് വന്ന ഒരു പയ്യനെ കയ്യും കാലും കെട്ടിയിട്ടാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്ത് കൊണ്ടുപോയത്, ലഹരിക്ക് അടിപ്പെട്ട് പോയതിന്റെ പേരിൽ. ഇങ്ങനെയുള്ള ഓരോ വാർത്തകൾ, നമ്മുടെ മക്കൾ തറാവീഹിനിടക്ക് പുറത്തിറങ്ങിയിട്ട് കുടിക്കുന്ന ദ്രാവകങ്ങൾ, കുലുക്കി വെള്ളങ്ങൾ, കുലുക്കി സർവത്തുകൾ, ഇതൊക്കെ പതുക്കെ പതുക്കെ അവരെല്ലാം അപകടമാണെന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങൾ അവരെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ നാടിന്റെ കൾച്ചർ തന്നെ ആ രീതിയിലേക്ക് മാറുന്നു. നാട്ടിൽ ലഹരി വസ്തുക്കൾക്ക് പിടിക്കപ്പെട്ട ഒരു വ്യക്തി പുറത്തിറങ്ങിയപ്പോൾ, ജയിലിൽ പോയിട്ട് പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞത്, നാട്ടിലേക്കാൾ സുലഭമാണ് ഇത്തരം കാര്യങ്ങൾ ജയിലിൽ ലഭ്യമാവുന്നത് എന്ന രീതിയിലാണ്. ആ രീതിയിലേക്ക് നമ്മുടെ നാടിന്റെ സാഹചര്യങ്ങൾ മാറുന്നു. നൈറ്റ് ലൈഫിന്റെ ഒരു കൾച്ചർ, രാത്രി പുറത്തിറങ്ങുക, പകല് കടന്നുറങ്ങുക. നമ്മുടെ മക്കൾ ആ രീതിയിലായി മാറി. എപ്പോഴാണ് അവർ ഉറങ്ങുന്നത്, ഉണരുന്നത് ഇത് നമ്മൾ അറിയുന്നില്ല. എന്നിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് മക്കൾ കീഴ്പ്പെട്ടു പോകുന്ന ദുരവസ്ഥ. കേരളത്തിന് പുറത്ത് നമ്മുടെ പഠിക്കാൻ പോകുന്ന നമ്മുടെ മക്കളും തിരിച്ചു വരുമ്പോൾ, ഇത്തരം ബാംഗ്ലൂരിൽ നിന്നും മംഗലാപുരത്ത് നിന്നും തിരിച്ചു വരുന്ന മക്കൾ ഇതിന്റെ കരിയറായി മാറുന്ന അവസ്ഥ. മസനഗുഡി വഴി ഊട്ടിയിലേക്കും അതേപോലെ തന്നെ അടിവാരം വഴി വയനാട്ടിലേക്കും ടൂർ പോകുന്ന മക്കൾ ഇത്തരം ലഹരി വസ്തുക്കളിൽ വീണു പോകുന്ന അവസ്ഥ. എന്നിട്ട് അതിന്റെ ദുരന്തം എന്നുള്ള നിലക്ക് തമ്മിൽ തല്ലുമാല എന്നാണ് കുട്ടികൾ പറയുന്നത്. നാട്ടിൽ ആ രീതിയിൽ കൾച്ചറായി മാറി. +1ഉം +2ഉം തമ്മിൽ തല്ല്, 9ഉം 10ഉം തമ്മിൽ തല്ല്, 10ാം ക്ലാസ് തന്നെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം തമ്മിൽ തല്ല്. പെൺകുട്ടികൾ പരസ്യമായിട്ട് റോട്ടിൽ നിന്ന് തല്ലുകയാണ്. എൻ്റെ ബെസ്റ്റിയാണ് ഓന്, അല്ല ഓളെ ബെസ്റ്റിയാണെന്ന് പറഞ്ഞിട്ട് ബെസ്റ്റിക്ക് വേണ്ടി റോട്ടിൽ തല്ലുകൂടുന്ന ഇതൊന്നും ഞാൻ എവിടെയോ ഉള്ള മക്കളെ കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പുറത്തു പോകുന്ന, ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും ഡിഗ്രിക്കും പഠിക്കുന്ന നമ്മുടെ മക്കളെ കുറിച്ചാണ്. എന്നിട്ട് ഇൻസ്റ്റയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പോയി നോക്കടാ, ഓന്റെ കണ്ണൊക്കെ ഞാൻ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ദുരവസ്ഥയിലേക്ക് നമ്മുടെ മലയാളക്കര മാറി എന്ന് പറയുമ്പോൾ എത്രത്തോളം നമ്മുടെ കുട്ടികളുടെ മനസ്സ് മലീമസമായിട്ടുണ്ട്. പണ്ടൊക്കെ നമുക്കൊരു എമ്പതി എന്ന് പറയുന്നത്, എൻ്റെ സുഹൃത്തിന്
ഒന്നിച്ച് പിരിവെടുത്തിട്ട് വീടുണ്ടാക്കി കൊടുത്തിരുന്ന മക്കളായിരുന്നു 10ാം ക്ലാസ്സിലും ഡിഗ്രിക്കും പഠിച്ചിരുന്നത്. ഇന്ന് മാറിയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അടിച്ചു കൊല്ലുന്ന അവസ്ഥയിലേക്ക്, ആ കൾച്ചറിലേക്ക്, നമ്മുടെ അഗ്രസീവ്നെസ് ഈ നമ്മുടെ മക്കൾ അത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ നോക്കിക്കാണണം. 4-5 ആൾക്കാർ കൂടിയിട്ട് ഒരുത്തൻ അടിച്ചു കൊല്ലുക, ഒരാൾ തന്നെ കുടുംബത്തിലുള്ള 4-5 ആൾക്കാരെ തിരിച്ചു കൊല്ലുക, അതേപോലെ തന്നെ പിതാവിനെ, മാതാവിനെ, ഭാര്യയെ, മക്കളെ, ഇതൊന്നും ഒരു പരസ്യമായി പറയാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ നാടിന്റെ അവസ്ഥ. ഇതിനൊക്കെ പ്രധാന കാരണം അല്ലാഹു റസൂൽ പഠിപ്പിച്ചല്ലോ, ലഹരി വസ്തുക്കൾ തിന്മകളുടെ മാതാവാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് സുലഭമായി കൊണ്ടിരിക്കുന്ന ഇത്തരം ലഹരി വസ്തുക്കൾ നമ്മുടെ കുട്ടികളുടെ കൾച്ചറിനെ നശിപ്പിക്കുമ്പോൾ, നമ്മുടെ മക്കളെ ഇല്ലാതാക്കുമ്പോൾ വളരെ ഗൗരവത്തോടെ നമ്മൾ അതിനെ നോക്കിക്കാണണം. നമ്മുടെ മക്കൾ ഇതിനടിപ്പെട്ട അവസാനം തനി വേസ്റ്റായി മാറും. നന്നായി പഠിക്കുന്ന മക്കൾ +2-നും 10th-ലും ഒക്കെ ഫുൾ A+ വാങ്ങിയിട്ട് നന്നായി പഠിക്കുന്ന മക്കൾ ഇത്തരം അപകടത്തിലേക്ക് ചെന്ന് ചാടിയിട്ട് 3 സാധ്യതകളാണ് ലഹരിക്ക് അടിപ്പെട്ടാൽ പിന്നെ ഒരു കുട്ടിക്കുള്ളത്, ഒരു ചെറുപ്പക്കാരനുള്ളത്, ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും എല്ലാവരും ഇപ്പൊ സെയിമാണ്. ഒന്നാമത്തത്, ഏതാനും മാസങ്ങൾ കൊണ്ട് അവൻ ഒരു ക്രൂരനായ അക്രമിയായി മാറും. അവന്റെ വീട്ടില് ജനലുകൾക്ക് ഗ്ലാസ് ഉണ്ടാവില്ല, ടിവിക്ക് ചില്ലുണ്ടാവില്ല, മൊബൈൽ ഫോൺ പൊട്ടാത്തത് ഉണ്ടാവില്ല. അങ്ങനെ എല്ലാവരെയും അടിക്കുന്ന, വസ്തുക്കൾ അടിച്ചു പൊട്ടിക്കുന്ന ഒരു അക്രമിയായിട്ട് അവൻ മാറും. രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത്, ഏതാനും മാസങ്ങൾ കൊണ്ട് ഇത്തരം മാരക സിന്തറ്റിക് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ ഏതാനും മാസങ്ങൾ കൊണ്ട് അവനൊരു മാനസിക രോഗിയായി മാറും. മൂന്നാമത്തെ ഒരു സാധ്യത കൂടിയുണ്ട്, അവൻ ജീവിതം തന്നെ അവസാനിപ്പിച്ച് സ്വയം ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഈ 3 സാധ്യതകളെ ഇതിലേക്ക് ചെന്നാൽ ഒരു കുട്ടിക്കുള്ളൂ. അതുകൊണ്ട് കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, ഒരു സാഹചര്യത്തിലും അത്തരം ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോവുകയില്ല എന്ന തീരുമാനം. നോ, എനിക്കത് വേണ്ട. ആര് എന്ത് നിലയ്ക്ക് എനിക്ക് കൃത്രിമമായിട്ട് ചോക്ലേറ്റ്സ് തന്നാലും ജ്യൂസ് തന്നാലും എനിക്കത് 3 ദിവസം കൊണ്ടാണ് കൊച്ചിയിലെ 3 പെൺകുട്ടികളെ ഇത്തരം അവർ പോലും അറിയാതെ ഇത്തരം ഭീകരമായ ലഹരി വസ്തുക്കൾക്ക് അടിമകളാക്കി മാറ്റിയത്. അതുകൊണ്ട് അസർട്ടീവായി നോ പറയാനുള്ള കരുത്ത് രക്ഷിതാക്കളിൽ നിന്ന് മക്കൾക്ക് ലഭിക്കണം. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു കൊടുക്കലല്ല പാരന്റ്. എന്ത് ചോദിച്ചാലും യെസ് അത് പൈസ 500 വേണം, 500 ചോദിച്ചാൽ 1000 കൊടുക്കുക, അങ്ങോട്ട് പോട്ടെ ചോദിച്ചാൽ മോലെ കൂടെ മറ്റോടത്തേക്കും എല്ലാത്തിനും പെർമിഷൻ കൊടുക്കലല്ല പാരന്റിങ്. ചിലപ്പോഴൊക്കെ നമ്മൾ നോ പറയേണ്ടി വരും, അത് വേണ്ടടാ അത് നമുക്ക് പറ്റൂല എന്ന് ചിലപ്പോഴൊക്കെ പറയേണ്ടി വരും. അങ്ങനെ നോ പറയേണ്ടിടത്ത് നോ പറഞ്ഞ് വളർത്തിയാലേ മക്കൾക്കും നോ പറയാനുള്ള ഒരു തൻ്റെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ കൃത്യമായി നമ്മുടെ മക്കളെ നിരീക്ഷിക്കുക, കൃത്യമായി ശ്രദ്ധിക്കുക. അവർ ആവശ്യത്തിൽ കൂടുതൽ പണം ചോദിക്കുന്നുണ്ടോ, നമ്മൾ കൊടുക്കാത്ത പണം അവരുടെ കയ്യിൽ കാണുന്നുണ്ടോ, അവരുടെ ഫ്രണ്ട്സ് കൂട്ടുകാർ എങ്ങനെയുള്ളവരാണ്, ആരുടെ കൂടെയാണ് കമ്പനി. 10ാം ക്ലാസ് പഠിക്കണ മോനോടെന്ന് ചോദിച്ചാൽ എങ്ങട്ടാ പോയത്, എപ്പോഴാ വരിക, ആർക്കറിയാം എന്ന് പറയുന്നൊരു മറുപടി ആകാൻ പാടില്ല ഉപ്പ പറയണത്. മറിച്ച് ഇന്റെ മോനത് ഇന്ന ആളുടെ കൂടെ, ഓന്റെ സുഹൃത്തുണ്ട് ഇന്ന സ്ഥലത്ത്, ഓന്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചിരുന്നു, ഓൻ 10 മണിക്ക് പോയതാണ്, പിന്നെ ഇൻഷാ അല്ലാഹ് ളുഹർ ജമാഅത്തിന് പോകാനാവുമ്പോൾ ഇവിടെ വരും എന്ന് പറഞ്ഞ് കൃത്യമായൊരു അറിവുണ്ടല്ലോ. ഒരു ഡിസിപ്ലിൻ, ഒരു സിസ്റ്റം ഒരു വീടിനുണ്ടാവണം. ആ രീതിയിൽ നമ്മുടെ മക്കൾ ആയി മാറണം. അവർ ഉറങ്ങുന്ന സമയം തെറ്റുന്നുണ്ടോ, ഉറക്കമില്ലായ്മ അവർക്ക് വരുന്നുണ്ടോ, അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, സ്വഭാവ രംഗത്ത് പരിവർത്തനങ്ങൾ ഉണ്ടോ, അവരുടെ സിസ്റ്റം തെറ്റുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ മക്കളെ കൃത്യമായി അവരുടെ പോക്കറ്റിൽ ഇതുവരെ കാണാത്ത വസ്തുക്കൾ, ശരീരത്തിൽ ഇതുവരെ ഇല്ലാത്ത മുറിവുകൾ, അവരുടെ സ്മെല്ലിലുള്ള മാറ്റം, സ്വഭാവത്തിലുള്ള മാറ്റം, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ. ഞാൻ പറഞ്ഞത് നമ്മളെ കുട്ടികൾക്കൊന്നും അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് പൊതുവെ ആളുകളുടെ ധാരണ. പക്ഷേ ഈ അടുത്തുണ്ടായ ഒരുപാട് കേസുകളിൽ സ്കൂളിൽ 5 പേരെ ലഹരി വസ്തുക്കൾക്ക് പിടിക്കപ്പെട്ടപ്പോ, ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിടിച്ചപ്പോ ഒരു രക്ഷിതാവ് വന്നിട്ട് പറഞ്ഞത്, ഇന്റെ മോനത് ഉപയോഗിക്കൂല, ബാക്കിയുള്ളവര് ചെയ്യണത് നോക്കി നിന്നിട്ടുള്ളൂ എന്നാണ് എന്നോടോ പറഞ്ഞു. എന്നോട് കളവ് പറയലില്ല. അവനവന്റെ കുട്ടികളെ കുറിച്ചുള്ള അമിത ആത്മവിശ്വാസം ഉണ്ടല്ലോ, മക്കളെ തെറ്റിദ്ധരിക്കണമെന്ന് പറയാനല്ല, പക്ഷെ ചേർത്ത് നിർത്തുക, സ്നേഹിക്കുക, അവരെ മനസ്സിലാക്കുക, അവർ തെറ്റിലേക്ക് പോകുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇപ്പോ എക്സാമും കഴിഞ്ഞു, നോമ്പും കഴിഞ്ഞു, ഇനി 2 മാസം വെക്കേഷനാണ്, പൊളിക്കണം, ഉഷാറാക്കണം. പക്ഷെ നമ്മൾ കൊടുക്കുന്ന പോക്കറ്റ് മണി തെറ്റായ കാര്യങ്ങൾക്ക് അവൻ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പിക്കുവാൻ രക്ഷിതാക്കളായ നമുക്ക് സാധിക്കണം. ജീവിതത്തെക്കുറിച്ചുള്ള മക്കളുടെ കാഴ്ചപ്പാടൊക്കെ വളരെ മോശ. മുടി മുറിക്കാൻ ഇവിടുന്ന് ബോംബേക്ക് വണ്ടി കയറാണ് പെൺകുട്ടികൾ. അതാണ് ഇപ്പോഴത്തെ കാലം. നമ്മളൊക്കെ 20 റുപ്യയും 10 റുപ്യയും കൊടുത്തിട്ട് മുടിവെട്ടിനോടൊന്ന് മാറിയിട്ട് ഇപ്പൊ ഷോപ്പിലേക്ക് അങ്ങോട്ട് ഒരു സലൂണിലേക്ക് പോയി മുടിവെട്ടാൻ തുടങ്ങി. ഇപ്പോൾ ഇവിടുന്ന് ബോംബേക്കാണ് 5000 എടുത്തിട്ട് മുടിവെട്ടാൻ പോകുന്നത് എന്നാണ് ജീവിതത്തെക്കുറിച്ച്. ആ കുട്ടീന്റെ ഉപ്പ പറയാണ്, ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുമ്പോ മോളിനോട് സ്ട്രെയിറ്റൻ ചെയ്യണം എന്ന് പറയാറുണ്ട്. പക്ഷെ അതൊക്കെ ശ്രദ്ധിക്കാൻ ഞമ്മക്ക് ഇടുന്ന നേരം 3 കുട്ടികളുടെ ഓലെ പോറ്റണ്ടേ. അങ്ങനെ പോറ്റാൻ വേണ്ടി പാടുപെടുന്ന രക്ഷിതാക്കളുടെ മക്കളാണ്, നമ്മുടെ മക്കളാണ്
ബോംബെക്ക് വിടുന്ന് വണ്ടി കയറുന്നത്, പൂനെക്ക് വണ്ടി കയറുന്നത് എന്തിന്? മുടി മുറിക്കാൻ. ഇതാണ് ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട്. 5 ആളെ കൊന്ന ആ സഹോദരൻ ഉണ്ടല്ലോ, അവൻ പറയുന്നുണ്ട്, പണമായിരുന്നു എന്റെ പ്രശ്നം, പണത്തിന് വേണ്ടിയ കടം, ലക്ഷങ്ങളുടെ കടം, 15, 20, 30, 40 ലക്ഷം കടം. ആർക്ക്? ആ വീട്ടിലെ ആൺകുട്ടിക്ക്, പെൺകുട്ടിക്ക്, ഉപ്പാക്ക്, ഉമ്മാക്കൊക്കെ. എന്തിനു വേണ്ടി? ഉപഭോഗ സംസ്കാരത്തിന് നമ്മൾ ഇങ്ങോട്ട് അഡിക്റ്റഡ് ആയിട്ട് ഉണ്ടാക്കണമെന്ന തെറ്റായ ഒരു വിചാരം ഉണ്ടല്ലോ, ആ ഒരു ഓവർ ദുനിയാവിന്റെ പിന്നാലെ പായുന്ന ഒരു അവസ്ഥ നമ്മൾ അവസാനിപ്പിച്ച് സ്വർഗത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ജീവിക്കുവാൻ തയ്യാറാവുക. ഇത് മാത്രമാണ് അതിനുള്ള പരിഹാരമെന്ന് പറയുന്നത്. കാര്യങ്ങൾ മക്കൾക്ക് നല്ല നിലക്ക് പറഞ്ഞു കൊടുക്കുക. അവര് ചിലപ്പോൾ പാട്ടിലൂടെ പറയും, മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കോസ്, ഉപദേശങ്ങളോ മതിയാക്ക്. ഉപദേശം ഇഷ്ടമല്ല എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞു നടക്കുക. ഉപദേശിക്കണം, അത് മാത്രമേ വിശ്വാസിക്ക് വഴിയുള്ളൂ. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, പറഞ്ഞു കൊടുത്ത് ചേർത്ത് നിർത്തിയിട്ട് അവരെ കൂടെ നിർത്തുക. അതോടൊപ്പം നമ്മൾ അവർക്ക് റോൾ മോഡലുകളായി മാറുക. ഉപ്പാനെ കണ്ടിട്ട് മക്കൾ പഠിക്കണം. കൊമ്പങ്കാട് കോയും കുഞ്ഞാപ്പും അല്ല മക്കളുടെ റോൾ മോഡലായി മാറേണ്ടത്. അങ്ങനത്തെ ഒരു കൾച്ചർ അല്ല വീട്ടിലുണ്ടാവേണ്ടത്. മറിച്ച് ഇസ്ലാമികമായ ഒരു കൾച്ചറും വീട്ടിലുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു ന്യൂനപക്ഷം എന്നുള്ള നിലക്ക് നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഫേസ് ചെയ്യുന്ന, അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹസ്ബി അല്ലാഹ് എന്ന് പറയാൻ നമുക്ക് സാധിച്ചെങ്കിലേ നമ്മുടെ ഇസ്സത്തിനെ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ അതാണ് റസൂൽ പഠിപ്പിച്ചല്ലോ, ഉസാവുൻ കൗസായിസയിൽ, ഒഴുകി നടക്കുന്ന ചപ്പ് ചവറ് പോലെ നമ്മൾ ആവാൻ പാടില്ല. ഹുബ്ബ് ദുനിയാവ കറാഹിയത്തിൽ മൗത്ത്, ഇത് രണ്ടുമാണ് അതിന്റെ കാരണം റസൂൽ പഠിപ്പിച്ചു. ദുനിയാവിനോടുള്ള അമിതമായ സ്നേഹം, മരണത്തെക്കുറിച്ചുള്ള പേടി, ഇതിൽ നിന്ന് മാറിയിട്ട് മരണത്തെ മുഖാമുഖം കാണാനുള്ള തയ്യാറെടുപ്പോടുകൂടി റമദാനെ യാത്രയാക്കുവാനും ശവ്വാലിന്റെ പൊന്നമ്പിളിക്ക് ശേഷം ഈദുൽ ഫിത്ർ ആഘോഷിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോഴേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. ആ ഒരു മാനസികാവസ്ഥയിൽ നമുക്ക് എത്തുവാൻ വേണ്ടി തയ്യാറാവുക. ഇൻഷാ അല്ലാഹ് ഈ ഒരു ഖുത്ബക്ക് ശേഷം നമ്മുടെ കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ലഹരിക്കെതിരെ എല്ലാവരും കൈ നീട്ടിപ്പിടിച്ചൊരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കുക. അങ്ങനെ നമ്മൾ കൊറോണ കാലത്ത് കൊറോണക്കെതിരെ, വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് വെള്ളപ്പൊക്കത്തിൽപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ ചെറുപ്പക്കാരൊക്കെ ഇറങ്ങിയില്ലേ എന്നതുപോലെ നമ്മൾ ഒന്നിച്ചിറങ്ങണം ഈ ലഹരി ദുരന്തത്തിനെതിരെ. അത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കുക. റമദാൻ കഴിഞ്ഞാൽ ഇന്ന് ഈദുൽ ഫിത്ർ, ഇൻഷാ അല്ലാഹ് നാളെ മുതൽ 6 നോമ്പുകൾ നമുക്കറിയാൻ അവസാനിപ്പിക്കുകയാണ്. മൻ സ്വാമ റമദാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ, റമദാനിന് ശേഷം ഈദുൽ ഫിത്റിന് ശേഷം 6 ദിവസം തുടർച്ചയായി തുടർച്ചയായിട്ട് നോമ്പ് അനുഷ്ഠിച്ചാൽ അവർക്ക് കാനക സിയാമി ദിഹ്ർ, കാലം മുഴുവൻ നോമ്പ് നോറ്റ പോലെ. ശവ്വാൽ എപ്പോൾ നിർവഹിച്ചാലും മതി. അത് 6 നോമ്പിന്റെ ഒരു പുണ്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം നമ്മൾ ഓർക്കേണ്ടത്, ലോക മുസ്ലിങ്ങൾ പല നിലക്കും പല ഏരിയയിലും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വ്യത്യസ്തമായ ദിക്കുകളിൽ, നമ്മുടെ നാട്ടിൽ, അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ, ഫലസ്തീനിൽ, ഗസയിലൊക്കെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ പുതുവസ്ത്രമിട്ട് പെരുന്നാൾ പുടവയിട്ട് പള്ളിയിലേക്ക് വരുമ്പോൾ അവർ കഫൻ പുടവ മടക്കി മക്കളെ കബറടക്കുകയാണ്. നമ്മുടെ മക്കളിൽ മൈലാഞ്ചി ചോപ്പിന്റെ നിറമുണ്ടാകുമ്പോൾ അവരുടെ ശരീരത്തിൽ ചോരപ്പാടുകളാണുള്ളത്. നാം ശരീരത്തിൽ കുവൈത്തിയുടെ അത്തർ പുരട്ടുമ്പോൾ അവരുടെ ശരീരത്തിൽ അവർ കണ്ണീര് കൊണ്ടാണ് അത്തർ പുരട്ടുന്നത്. അത്രയും പ്രയാസം അനുഭവിക്കുന്ന ലോക മുസ്ലിങ്ങൾ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം, അവർ ഓർക്കുക. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുക. അള്ളാഹു നമുക്കെല്ലാം സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ പെരുന്നാളിനെ ആഘോഷിക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അമ്പിയാക്കളെയും ഔലിയാക്കളെയും ശ്രോതാക്കളെയും സാലിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന വിശ്വാസികൾക്ക് അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ സ്വർഗത്തിൽ അവരോടൊപ്പം ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പും സക്കാത്തും സദക്കയും ഖുർആൻ പാരായണവും ഖിയാമുൽ ലൈലും തറാവീഹും ഒക്കെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളാക്കി അള്ളാഹു മാറ്റി തീർക്കുമാറാവട്ടെ. അതിന്റെ പോരായ്മകളെ അള്ളാഹു നമുക്ക് പരിഹരിച്ചു തരുമാറാവട്ടെ. അവസാനം റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അള്ളാഹു സമാധാനം നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ രാജ്യത്തും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ തെറ്റിലേക്ക് പോകുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുവാനും ശരിയായ വഴിയിലേക്ക് അവരെ നയിക്കുവാനും ഇത്തരം മാഫിയയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്.
اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.